ആർക്കാണ്? ഭഗവാന്റെ ഭക്തന്മാർക്ക്. കാരണം അവർക്കറിയാം ഇതെന്നും എൻ്റേതല്ല, ഉള്ളിടത്തോളം ജീവിക്കുക, ഭഗവാനെ വിചാരിച്ച് മരിക്കുക. പിന്നെ യാതൊരു ബോധവുമില്ലാത്ത ഭ്രാന്തന്മാർക്കും സന്തോഷമായി ജീവിക്കാം. അപ്പോൾ രണ്ടുപേർക്കാണ് ഈ ഭൂമിയിൽ ദുഃഖമില്ലാത്ത. ഒന്ന് കുളംപാറയിലുള്ള ആൾക്കാർ, മറ്റൊന്ന് തികഞ്ഞ ഭക്തന്മാർ. നമ്മൾ ഈ രണ്ടിലും പെടില്ല അല്ലേ? നമ്മൾ ഈ രണ്ടിലും ഇല്ല. ഭ്രാന്തുണ്ടെങ്കിൽ അതിനെയും പറഞ്ഞിട്ട് മറ്റവരെ ഉപദ്രവിച്ച് ജീവിക്കാം, അതുമില്ല, നമുക്ക് ഭ്രാന്തുമില്ല. അപ്പൊ അങ്ങനെയും സന്തോഷിക്കാൻ പറ്റില്ല, പരിശുദ്ധ ഭക്തന്മാരും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുമില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് കൂടുതൽ. എന്തായാലും ഭഗവാൻ പറഞ്ഞു, കർമ്മം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഭഗവാൻ അർപ്പിച്ച് ചെയ്യാൻ പഠിക്കണം. അപ്പൊ എങ്ങനെ അർപ്പിച്ച് ചെയ്യും? ഇനി അടുത്ത ചോദ്യമാണ്. അപ്പൊ ഇത്രയും നേരം കേട്ടപ്പോൾ മനസ്സിലായി ഭഗവാൻ അർപ്പിതമായി കർമ്മം ചെയ്യണം. എങ്ങനെ അർപ്പിച്ച് ചെയ്യും? ഫലം ഇച്ഛിക്കാതെ ഭഗവാൻ അർപ്പിക്കണം. അതെങ്ങനെ ചെയ്യുന്ന ചോദിക്കുന്നത്? കഴിക്കുന്ന കാര്യം മാത്രമല്ല, വേറെ കുറെ കാര്യമുണ്ട് ഇത്. ഒരു വീട് കെട്ടുമ്പോ, ഒരു വസ്തു വാങ്ങുന്നു, ഒരു കാറ് മേടിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, അല്ലെ, വിവാഹം കഴിക്കുന്നു, ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളല്ലേ ജീവിതത്തില്. ഇതെല്ലാം എങ്ങനെ കൃഷ്ണന് കൊടുക്കുന്നത് ചോദിക്കണം. ഞാൻ പറയുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു. സർവവും കൃഷ്ണന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഭഗവാനാണ് എല്ലാം തന്നിട്ടുള്ളത്, അതിന് സംശയമില്ലല്ലോ. ഇല്ല, ഭഗവാൻ തന്നിട്ടുള്ളത്. ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും ഭഗവാൻ എന്നുള്ളതാണ്. അപ്പോ ഒന്ന്, ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഈ ശരീരമുണ്ട് അല്ലെ? ഈ ശരീരം എങ്ങനെ ഭഗവാന് കൊടുക്കും? ഭഗവാനെ സേവിക്കുന്നതിലൂടെ. വീട്ടില് പൂജ ചെയ്യുക, നൈവേദ്യം കൊടുക്കുക, ജപിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം. ഈ ശരീരം കൊണ്ട് ഭഗവാനെ സേവിക്കുമ്പോൾ ഈ ശരീരം ഭഗവാന്റേതായി. ഈ വീട് എങ്ങനെ ഭഗവാന് കൊടുക്കും? ഡോക്യുമെന്റ് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ആധാർ കാർഡ് ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ കൊടുക്കും ഭഗവാന്? അവിടെ ഒരു പൂജാമുറി വെക്കണം. അവിടെ ഒരു പൂജാമുറി ആയിരിക്കണം ഏറ്റവും പ്രധാനം. ഇപ്പൊ എന്താ, പൂജാമുറിയൊക്കെ പോയിട്ട് അവസാനം ഇപ്പൊ എന്തായി? വലിയ വലിയ ടോയ്ലറ്റുകളാണ് വീട്ടിൽ. എത്ര റൂം ഉണ്ടെങ്കിൽ അത്രയും ടോയ്ലറ്റാണ്. കാരണം ആൾക്കാർക്ക് പൂജാമുറി എന്ന് പറയുന്ന ഒരു അനാവശ്യമാണ്. ആ സ്ഥലത്തില് ആ പൂജാമുറി ഇല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ ബെഡ്റൂം കെട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പൊ പലരുടെയും കിച്ചൺ ഇല്ലാത്ത അടുപ്പ്, പൂജാമുറി ഇല്ലാത്ത വീടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ വീട് കൃഷ്ണന്റേതാക്കണം. എന്ത് ചെയ്യാം? ഒരു മെയിനായിട്ട് നല്ലൊരു വാസ്തു പ്രകാരം ഒരു നല്ല സ്ഥലത്ത് ഒരു പൂജാമുറി വയ്ക്കാം. എന്നിട്ട് നമ്മൾ സങ്കല്പിക്കാം ഇത് ഭഗവാന്റെ വീടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ വീട്ടില് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. നമുക്ക് ടെൻഷനൊന്നുമില്ല. ലോണില് ഭഗവാനൊന്നും അടയ്ക്കില്ല, നമ്മൾ തന്നെ അടയ്ക്കണം. പക്ഷേ അങ്ങനെ ലോൺ ഭഗവാൻ അടയ്ക്കുന്നു വിചാരിക്കുക. ബാങ്കിൽ പറഞ്ഞാൽ ജപ്തി എടുക്കും, വീട്ടിനെ കൊണ്ടുപോകും. ഇത് തന്നത് ഭഗവാനാണെന്ന് ബോധ്യമാണ്. നമുക്ക് ആ ബോധ്യമേ ഇല്ല. നമ്മൾ വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. നീ കഷ്ടപ്പെട്ടാലും ഉണ്ടാവണ്ടേ വീട്? എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നു വീടിന് വേണ്ടി. വീട് കിട്ടുന്നുണ്ടോ? അവർക്ക് കിട്ടുന്നുണ്ടോ? എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് വീട് കെട്ടാൻ. അവർക്ക് തലയെഴുത്തേ ഇല്ല അവർക്ക്. എനിക്കറിയാം ഒരു വലിയ പൈസക്കാരന്, ആൾ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പൈസയൊക്കെ ഉണ്ട്, വീട് കെട്ടാൻ ഭാഗ്യമില്ല ആൾക്ക്. ആലോചിച്ച് നോക്കൂ. അപ്പൊ അതായത് എല്ലാത്തിനും ഒരു ഭാഗ്യമാണ്. ചില ആൾക്കാർക്ക് കല്യാണമേ നടക്കില്ല. ഇനി കല്യാണം കഴിഞ്ഞാലോ കുട്ടികളുണ്ടാവില്ല. ഇനി കുട്ടികളുണ്ടായാലോ ഭയങ്കര പ്രശ്നക്കുട്ടികളായിരിക്കും. അപ്പൊ എന്തിനാണ് കല്യാണം കഴിച്ചത്? അപ്പൊ ചെയ്ത് അവസാനം എവിടെ എത്തിക്കും? നമ്മുടെ എല്ലാ കർമ്മഫലം ഭഗവാനെ ആശ്രയിക്കാൻ നമ്മൾ വളരെ കഷ്ടത്തിൽ ദുരിതത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് വേണം? ഭഗവാൻ പറയുന്നു, എന്റേതാണെന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ നീ ആദ്യം എനിക്ക് സമർപ്പിക്കാൻ പഠിക്കണം. എങ്ങനെയാ സമർപ്പിക്കാം? ഇത് ഭഗവാന്റെ വീടാണ്, ഞാൻ അവിടെ ഒരു വാടകക്കാരനാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും, നമ്മള് അവിടെ ആസ്വദിക്കാൻ പറ്റും. എന്നിട്ടോ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഭക്തരായാലോ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു
നമ്മുടെ മുഴുവനും ഞാനും എൻ്റേതുമായിട്ടുള്ളതല്ല, എല്ലാം കൃഷ്ണൻ്റേതാണ് ബോധം ഉണ്ടെങ്കിൽ നമുക്കവിടെ സന്തോഷമായി ജീവിക്കാം. എന്ത് വേണം? പൈസ കുറഞ്ഞാലും കൂടിയാലും പരാതി ഉണ്ടാവില്ല, പിന്നെ ആരോഗ്യം കൂടിയാലും കുറഞ്ഞാലും പരാതി, ഇതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവും അല്ലേ? ചിലർക്ക് സാമ്പത്തികം ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഇന്ന് ആരോഗ്യം ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഉള്ളതെല്ലാം സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എല്ലാം മാറിക്കൊണ്ടേയിരിക്കും, ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കുറയുകയുള്ളൂ, ഒന്നും കൊടുത്തില്ല. ഒന്നും നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു, എല്ലാം ഈ ഭൂമിയില് കാലം അപഹരിച്ചെടുക്കും. എന്ത് അപഹരിച്ചെടുക്കും? തന്നതെല്ലാം ഒരു ദിവസം തിരിച്ചു പിടിക്കും. ജീവൻ വരെ തിരിച്ചു പിടിക്കും അല്ലെ? നമ്മളെ കൊണ്ടുപോകും, പിന്നെ അല്ലേ നമ്മുടെ എന്ന് പറയാൻ. അപ്പോൾ ഇതില് ഈ പരമസത്യം മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് വിചാരിക്കും? അഹങ്കരിക്കാതെ ഭഗവാൻ തന്ന കുടുംബം, ഭഗവാൻ തന്ന വീട് ഉപയോഗിച്ച് സ്വസ്ഥമായി ജീവിക്കാം. പോകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാം മനസ്സുകൊണ്ട്. കൃഷ്ണ നീ എടുത്തോ, ഇത്രയും കാലം തന്നു, ഞാൻ പോവാം. അങ്ങനെ കൃഷ്ണന്റെ വീടാണെന്ന് ഒരു മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. അല്ലാത്തവർക്കാണ് വലിയ പ്രശ്നം. ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കാൻ കീഴിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാതെ ഉള്ള സന്തോഷം, യദുഷ്ടലാഭ സന്തുഷ്ടോ ദന്താവധീതോ മത്സരക. ഭഗവാൻ പറയുന്നു, നിനക്ക് ഞാൻ തരും, അതിൽ സന്തോഷമായി ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭാഗ്യം പലർക്കില്ല. എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറ്റവരെ കമ്പയർ ചെയ്യും. അവർക്ക് അതുണ്ടല്ലോ, എനിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞ സ്വപ്നത്തില്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാല് അതെല്ലാം. ഇപ്പൊ ഒരാൾ വിചാരിക്കണം, ആ വീട്ടിൽ ഇത്ര പൈസ ഉണ്ട്, ആൾക്ക് ഇത്ര കാറുണ്ട്, ആൾക്ക് ഇന്നതുണ്ട്, അയാളെ പോലെ എനിക്കുണ്ടെങ്കിലോ. അപ്പോ ഇവങ്ങനെയൊക്കെ എല്ലാവരും വിചാരിച്ച ഭഗവാൻ പറഞ്ഞ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ എല്ലാവരും ഒരു ദിവസം ഒരു അമ്പലത്തിൽ വരും. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നൊരാളുടെ വീട് ആവശ്യമുണ്ടല്ലോ, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങളെ കർമ്മങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാവരും പെട്ടിയും കൊണ്ട് അമ്പലത്തിൽ വന്നു, അടുത്ത വീട്ടുകാരൻ, അവിടുത്തെ വീട്ടുകാരൻ. അപ്പൊ നമുക്ക് വിചാരിച്ചു ആ വീട്ടുകാരന്റെ പെട്ടി എടുക്കാം, കാരണം അയാളുടെ പൈസ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവസാനം എല്ലാവരും കൂടെ ഭഗവാൻ പോലെ ഞാനൊരു ലൈറ്റ് ഓഫ് ചെയ്യും, എല്ലാവരും കൂടെ കണ്ടുവെച്ചോളൂ ഏത് പെട്ടി എടുക്കണമെന്ന്. ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് നിങ്ങൾ ആ പെട്ടി എടുത്തിട്ട് ഉണ്ടാതിരിക്കുക. പിന്നെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ആ പെട്ടിയും കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ആയല്ലോ, നിങ്ങൾ ഇന്ന ആളുടെ വീട്ടില് അയാളുടെ പൈസ വേണം, അല്ലെങ്കിൽ അയാളുടെ ആരെയൊക്കെ വേണം, സമ്പത്ത് വേണം, അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പൊ എല്ലാവരും വന്നു, ഭഗവാൻ റെഡി, എല്ലാം റെഡിയില്ല, ലൈറ്റ് ഓഫ് ഇട്ട് എങ്ങനെ ഓഫ് ചെയ്തു. എന്നിട്ട് ലൈറ്റ് ഇട്ടപ്പോ എല്ലാവരും അവനവന്റെ പെട്ടിയും കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അയാളുടെ പെട്ടി വേണ്ടേ? അയാളെ കുറിച്ചാണ് ഇന്നലെ വരെ ആലോചിച്ചുകൊണ്ടിരുന്ന്, എന്താ നിങ്ങൾ ആ പെട്ടി എടുക്കാത്ത ചോദിച്ചു. ഭഗവാനെ അത് 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 എന്ത് ചെയ്ത്? എനിക്ക് ഷുഗറും ബി പി ഉള്ള ആൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിലോ അത് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് ഷുഗറും ബി പി ഉള്ള, എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. അയാൾ പെട്ടി എടുത്താൽ ചിലപ്പോൾ അയാളുടെ അസുഖം എനിക്ക് വരും. അയാൾക്ക് ക്യാൻസറിന് ഞാൻ ക്യാൻസർ കൊണ്ട് എനിക്ക് അപ്പൊ അതൊന്നും ഞാൻ എടുത്തില്ല പറഞ്ഞു. അപ്പൊ ഈ ബുദ്ധി ഇന്നലെ ആവായിരുന്നില്ലേ? നമ്മളിതാണ്, നമ്മളെക്കാൾ മറ്റവർക്ക് എന്തോ ഭഗവാൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതമാണ് എല്ലാം കൊണ്ടും ഭേദം എന്ന് ചിന്തിക്കാൻ ഒരു സമ്പന്ന മനസ്സ് നമുക്കില്ല. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. എല്ലാവരും ആലോചിച്ചു, ഈ ആൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തലയിൽ കയറിയിട്ടില്ല പലർക്കും. നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ഭേദം. മറ്റവരുടെ ജീവിതത്തിന് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. അത് എന്തൊക്കെ അബദ്ധങ്ങളുണ്ടറിയോ? അറിയില്ല. നമ്മുടെ ജീവിതം എത്രയോ ഭേദമാണ് എന്നുള്ള ആദ്യം സന്തോഷമാണ്. കൃഷ്ണൻ എന്നെ തന്നെയാണ് നന്നായി നോക്കുന്നത്, ഭഗവാൻ എന്നെ തന്നെയാണ് നന്നായി സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പോസിറ്റീവായി ക്രിയാത്മകമായി ചിന്തിച്ച് സന്തോഷിക്കാൻ സാധിക്കാത്ത വിഡ്ഢികളെ അവനെ ഇവനെയും കമ്പയർ ചെയ്തിട്ട് അവസാനം കിട്ടിയ അറിയാപ്പോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എന്നേക്കാളും അയാള് കേമനാണ്, എന്നേക്കാൾ ആള് ഭഗവാൻ നന്നായി അയാളെ നോക്കുന്നു, ചിന്തിക്കരുത്. ഇത് വലിയ മണ്ടത്തരാണ് നമ്മൾ ചെയ്യുന്നത്.
എല്ലാവരെയും ഭഗവാൻ നന്നായി നോക്കുന്നു, എന്നെയും നന്നായി നോക്കും. അങ്ങനെ ഭഗവാനെ കുറിച്ച് നല്ല ഒരു ബോധം നമുക്ക് വേണം. ആരാ ഭഗവാൻ? നമ്മളെ ഉപദ്രവിക്കുന്ന